PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മുടെ സിലബസിലെ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കുറേയേറെ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ശ്രദ്ധിച്ചിരിക്കുക, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കേരളം രൂപം കൊണ്ട തീയതി, ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. 1956 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. 1956 നവംബർ 1. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പോയിൻ്റാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തൃതി. 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് ചതുരശ്ര മൈലിൽ പറയുമ്പോൾ 15,005 ചതുരശ്ര മൈൽ എന്ന് പറയും അല്ലേ. അപ്പോൾ ചതുരശ്ര കിലോമീറ്ററിലാണെങ്കിൽ 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് മൈലിൽ പറയാനാണെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിലെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിലെ സ്ഥാനം 21. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ആ 28 സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ 21ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിലെ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 1.18%. മൊത്തം ഇന്ത്യയുടെ ഭൂവിസ്തൃതി എടുത്താൽ അതിൽ 1.18% കേരളത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം 1.18%. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ്. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. ഭൂട്ടാൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ നമുക്കറിയാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ പഠിച്ചായിരുന്നു, ഷെറിംഗ് തോബ്ഗെ. ഭൂട്ടാൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെറിംഗ് തോബ്ഗെ. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത് വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യയാണ്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അക്ഷാംശീയ സ്ഥാനം എന്ന് പറയുന്നത് വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യയാണ്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യയാണ്. കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യയാണ്. കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ്. കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 3 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി 3 ഡിഗ്രിയാണ്. അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ 2 എണ്ണമാണ്. അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തമിഴ്നാടും ഒന്ന് കർണാടകവും. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളുടെ എണ്ണം 2. തമിഴ്നാട്, കർണാടകം. ഇത് നമുക്ക് അറിയാവുന്നൊരു പോയിൻ്റാണ് അല്ലേ. കർണാടക, തമിഴ്നാട്. അതേപോലെ കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അതാണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. മാഹിയെക്കുറിച്ച് മലബാറുകാർക്കൊക്കെ ഏറെക്കുറെ അറിയാം അല്ലേ. കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി അല്ലേ. കേരളത്തിനുള്ളിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് മാഹിയാണ്. ഈ മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയുടെ ഭാഗമാണ് അല്ലേ. പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി എന്ന് പറയുന്ന പ്രദേശം. ഈ മാഹി എന്ന് പറയുന്ന പ്രദേശം കേരളത്തിനുള്ളിലാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, കേരളത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അത് നമ്മൾ ആ കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേരളത്തിൻ്റെ തെക്കു കിഴക്കേ ഭാഗത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. കേരളത്തിൻ്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. കേരളത്തിൻ്റെ വടക്ക് ദിക്കിലുള്ള അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. സ്കൂളിൽ നിന്നും ടൂർ പോകുന്നവർക്കറിയാം അല്ലെ. നമ്മൾ മാനന്തവാടി വഴിയൊക്കെ അല്ലെ നമ്മൾ ടൂറിന് കർണാടകയിലേക്ക് അല്ലെ മൈസൂർ, കൂർഗ് ഒക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതൊന്ന് ഓടിച്ച് പറയാം. കേരളം രൂപം കൊണ്ട തീയതി 1956 നവംബർ 1. തലസ്ഥാനം തിരുവനന്തപുരം. വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. ചതുരശ്ര മൈലിൽ പറയുമ്പോൾ 15,005 ചതുരശ്ര മൈൽ.
ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിലെ സ്ഥാനം 21. ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം 1.18%. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. അക്ഷാംശീയ സ്ഥാനം വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേ. രേഖാംശീയ സ്ഥാനം കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യയാണ്. ഇത്രയും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ജില്ലകളാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷയും റിവിഷനും ടെലഗ്രാം ചാനലിലും വാട്സപ്പിലുമായിട്ട് നൽകുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പിലേക്ക് ആ നമ്പറിൽ നിന്നും ആഡ് മീ എന്ന് റിക്വസ്റ്റ് അയക്കുക. ജില്ലകൾ 14 ജില്ലകളാണ് കേരളത്തിനുള്ളത്. നമുക്കറിയാവുന്ന പോയിൻ്റാണ്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഇതൊന്ന് നോട്ട് ചെയ്യണം അല്ലേ. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വരെ പാലക്കാടായിരുന്നു അല്ലേ. പാലക്കാട് ജില്ലയായിരുന്നു. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭാഗങ്ങൾ ഇടുക്കിയോട് ചേർത്തപ്പോഴാണ് ഇടുക്കി വീണ്ടും 1-ാം സ്ഥാനത്തെത്തിയത് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കാരണം ഈ കഴിഞ്ഞിടെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഇടുക്കിക്ക് ആ 1-ാം സ്ഥാനം തിരിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. ഇതും അറിയാവുന്നതാണ്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 എണ്ണമാണ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5 ആണ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഇത് ഓർത്തിരിക്കാനൊരു കോഡുണ്ട്. TKKT എന്നാണ് ആ കോഡ്. TKKT മലബാർ അങ്ങനെ പഠിക്കണം. T തിരുവനന്തപുരം, K കൊല്ലം, K കോട്ടയം, അടുത്ത T തൃശ്ശൂർ, പിന്നെ മലബാർ. TKKT മലബാർ അങ്ങനെ പഠിക്കണം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. TKKT പിന്നെ മലബാർ. TKKT മലബാർ അങ്ങനെ പഠിക്കണം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കേരളത്തിലെ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം നമുക്കറിയാം, കടൽ തീരമുണ്ട് അല്ലേ. പൂന്തുറ ഒക്കെ നമ്മൾ ആ കോവിഡ് കാലത്തുമൊക്കെ കേട്ടതാണല്ലേ. പൂന്തുറ, അതേപോലെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പൂന്തുറ നമുക്കറിയാവുന്നതാണ് അല്ലേ. പൂന്തുറ. അപ്പോൾ തിരുവനന്തപുരം. പിന്നെ കൊല്ലം. കൊല്ലം നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് അവിടെയല്ലേ, കൊല്ലത്തല്ലേ. നീണ്ടകര, കൊല്ലം, അതറിയാം. പിന്നെ ആലപ്പുഴ, അതറിയാം. നമ്മൾ ചെമ്മീൻ സിനിമയുടെ പശ്ചാത്തലമൊക്കെ ആലപ്പുഴ കടപ്പുറമാണല്ലോ. അതേപോലെ എറണാകുളം, അതും അറിയാം. പിന്നെ തൃശ്ശൂർ നമുക്കറിയാം. ചാവക്കാട്, പൊന്നാനിയൊക്കെ നമുക്കറിയാം അല്ലെ, തൃശ്ശൂർ. പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയും ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. അത് പിന്നെ ഉറപ്പാണല്ലോ. 14 ജില്ലകളിൽ 9 ജില്ലയ്ക്ക് കടൽ തീരമുണ്ട്. അപ്പോൾ പിന്നെ 5 ജില്ലയ്ക്ക് ഉറപ്പായിട്ടും കടൽ തീരമില്ല. അത് ഏതൊക്കെയാണ്? കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളാണ്. ഒന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് കടൽ തീരമില്ല. ഇടുക്കി കടൽ തീരമില്ല, മലയോര മേഖലയാണെന്നറിയാം ഇടുക്കി. കോട്ടയം മലയോര മേഖലയാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. പിന്നെ പാലക്കാട് മലയോര മേഖലയാണ്. വയനാട് മലയോര മേഖലയാണ്. ഇതറിയാം അല്ലേ നമുക്ക്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് ഇത്രയും ജില്ലകൾക്ക് കടൽ തീരമില്ല. അടുത്തൊരു പോയിന്റ്, ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. ജില്ലകളിൽ ഏറ്റവും ഇളയ ആൾ കാസർഗോഡാണ് അല്ലേ. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ 14ാമത്തെ ജില്ല കാസർഗോഡാണ്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ടത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 14ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ 13ാമത്തെ ജില്ല അത് പത്തനംതിട്ടയാണ്. അതായത് കാസർഗോഡ് വരുന്നതിന് തൊട്ട് മുൻപ് രൂപീകരിച്ചതാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിലെ 13ാമത്തെ ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലെ 12ാമത്തെ ജില്ല വയനാടാണ്. കേരളത്തിലെ 12ാമത്തെ ജില്ല വയനാടാണ്. അപ്പോൾ 12 വയനാട്, 13 പത്തനംതിട്ട, 14 കാസർഗോഡ്. വയനാട്, പത്തനംതിട്ട, കാസർഗോഡ് അങ്ങനെയാണ്. 12 വയനാട്, 13 പത്തനംതിട്ട, 14 കാസർഗോഡ്.
മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളുടെ എണ്ണം 3 എണ്ണമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകളുടെ എണ്ണം 3 മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായൊന്നും അതിർത്തിയില്ല. പിന്നൊന്ന് കോട്ടയമാണ്. കോട്ടയം ജില്ലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും അതിർത്തിയില്ല. പിന്നൊന്ന് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും അതിർത്തിയില്ല. ഇനി ജില്ലകളും രൂപം കൊണ്ട തീയതിയുമാണ്. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. മലപ്പുറമൊക്കെ മിക്കവാറും ചോദിച്ചിട്ടുണ്ട്, എറണാകുളം ചോദിച്ചിട്ടുണ്ട്, ആലപ്പുഴ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചങ്ങനെ നേരാവണ്ണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. അത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, 1956 നവംബർ 1 കേരളപ്പിറവി നടക്കുന്നത് അല്ലേ. 1956 നവംബർ 1. 1956 നവംബർ 1 രൂപീകൃതമായ ജില്ലകൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. TKKT മലബാർ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതൊക്കെയാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. പിന്നെ മലബാർ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചു. ഇതിൽ നിന്നും 4 ജില്ലകൾ രൂപം കൊണ്ടത് എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഇത് 1956 നവംബർ 1 രൂപീകൃതമായിട്ടുള്ളത്. ആ കൂട്ടത്തിൽ വന്ന ഒരു ജില്ലയാണ് മലബാർ എന്ന് പറയുന്നൊരു ജില്ല. അത് 1957 ജനുവരി 1 ആയപ്പോഴത്തേക്കും, ഓർക്കണം 1956 നവംബർ 1 കേരളപ്പിറവി ഉണ്ടാകുന്നത്. അപ്പോൾ ഉള്ള ജില്ലകളാണ് TKKT മലബാർ എന്ന് നമ്മൾ പഠിച്ചത്. 1956 കഴിഞ്ഞിട്ട് നവംബർ 1 കഴിഞ്ഞിട്ട് ജനുവരി 1 ആകുമ്പോൾ 1957 ജനുവരി 1 ആയപ്പോഴത്തേക്കും മലബാർ ജില്ല വിഭജിച്ചുകൊണ്ട് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകൾ രൂപീകരിച്ചു. അപ്പോൾ നോക്കണം, 1956 നവംബർ 1 ശേഷം ഡിസംബർ 1, പിന്നെ ജനുവരി 1 ആയപ്പോഴത്തേക്കും 1957 ജനുവരി 1 ആയപ്പോഴത്തേക്കും പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 3 ജില്ലകൾ മലബാർ ജില്ല വിഭജിച്ച് പുതിയ 3 ജില്ലകൾ രൂപീകരിച്ചു. 1957 ജനുവരി 1. അതേ വർഷം തന്നെ 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിച്ചു. അപ്പോൾ അവർക്ക് 1956 നവംബർ 1 TKKT മലബാർ എന്ന് പഠിച്ചു. അതിനുശേഷം ആ മലബാർ 1957 ജനുവരി 1 ആയപ്പോൾ വിഭജിച്ച് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്ന് പഠിച്ചു. ഇത് ഓർക്കാൻ ഒരു കോഡുണ്ട്. പാലക്കാട്ടെ കോഴിയുടെ കണ്ണ് എന്ന് ഓർത്താൽ മതി. പാലക്കാട്ടെ കോഴിയുടെ കണ്ണ്. അപ്പോൾ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്ന് മനസ്സിലാകും. പാലക്കാട്ടെ കോഴിയുടെ കണ്ണ്. അതിനുശേഷം അതേ വർഷം തന്നെ 1957 ഓഗസ്റ്റ് 17 ആയപ്പോൾ ആലപ്പുഴ രൂപീകൃതമായി. പിറ്റേ വർഷം 1958 ഏപ്രിൽ ഫൂളിന്, അതാണ് ഏപ്രിൽ 1, ഏപ്രിൽ ഫൂൾ ദിനത്തിലാണ് എറണാകുളം ജില്ല രൂപീകൃതമാകുന്നത് അല്ലേ. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകൃതമാകുന്നത്. നമ്മൾ സാധാരണ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഓർക്കാൻ ഒരു ക്ലൂ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ. എറണാകുളം ജില്ലക്കാർക്ക് ഫീൽ ചെയ്യേണ്ട. 1958 ഏപ്രിൽ 1 തീയതിയാണ് എറണാകുളം ജില്ല രൂപീകൃതമാകുന്നത്. പിന്നീട് 1958 കഴിഞ്ഞ് പിന്നീട് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. ഇതൊരു പരീക്ഷയ്ക്ക്, ഞാൻ എഴുതിയൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായി. 1969 ജൂൺ 16 മലപ്പുറം അല്ലേ. ആ സംഖ്യയിലേക്ക് നോക്കിയാൽ 6ഉം 9ഉം 1ഉമാണ് കൂടുതലുള്ളത്. 1969 ജൂൺ 16 കണ്ട, 1, 9, 6, 9. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയായല്ലോ. 1956 നവംബർ 1 TKKT മലബാർ. പിന്നീട് 1957 ജനുവരി 1 ആയപ്പോൾ മലബാർ ജില്ല വിഭജിച്ച് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. പാലക്കാട്ടെ കോഴിയുടെ കണ്ണ് അല്ലേ. അതിനുശേഷം 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴയും 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ലയും രൂപീകരിച്ചു. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചു. 1972 ജനുവരി 26 ഇടുക്കി രൂപീകരിച്ചു. അപ്പോൾ ഇടുക്കി രൂപീകരിക്കുന്ന റിപ്പബ്ലിക് ഡേയിലാണെന്ന് ഓർക്കുക. ജനുവരി 26 1972 1972 നമുക്ക് 1969 മലപ്പുറം രൂപീകരിച്ചവരെ അറിയാം. 69 ശേഷം 70, 71, 72 ജനുവരി 26 റിപ്പബ്ലിക് ആയപ്പോൾ ഇടുക്കി രൂപീകരിച്ചു. ഇനി അടുത്ത 3 നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ 12, 13, 14 അങ്ങനെ അവസാനത്തെ 3 ജില്ലകൾ രൂപീകരിച്ചല്ല 80 കാലഘട്ടത്തിലാണ്. അത് വളരെ എളുപ്പമാണ് ഓർക്കാൻ. 1980 നവംബർ 1 വയനാട് ജില്ലയും 1982 നവംബർ 1 പത്തനംതിട്ട ജില്ലയും. അപ്പോൾ 80, 82. ഇനി അടുത്തത് 1984 മെയ് 24 കാസർഗോഡ് ജില്ല. അപ്പോൾ 2 വർഷം വെച്ചിട്ടാണ് പോകുന്നത്. 80, 82, 84 അങ്ങനെ 2 വർഷം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഓർത്തിരിക്കുക. ഇനി 1980 നവംബർ 1 വയനാട് ജില്ലയും 1982 നവംബർ 1, അത് രണ്ടും 80, 82 നവംബർ 1 വയനാട് ജില്ലയും
പത്തനംതിട്ട ജില്ലയും രൂപീകൃതമാകുന്നത് നവംബർ 1-ന്. അപ്പോൾ അങ്ങനെയും ഓർത്തിരിക്കാം. 1980 നവംബർ 1-ന് വയനാട് ജില്ലയും 1982 നവംബർ 1-ന് പത്തനംതിട്ട ജില്ലയും രൂപീകരിച്ചു. അതിനുശേഷം 1984 മെയ് 24 കണ്ട 84 മെയ് 24 കാസർഗോഡ് ജില്ലയും രൂപീകരിച്ചു. ഇപ്പം നിങ്ങൾ ഓൾറെഡി അറിയാതെ തന്നെ നിങ്ങൾ ഈ 14 ജില്ലകളും രൂപീകരിച്ച വർഷങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതൊന്ന് കേൾക്കുക, ഉറപ്പായിട്ടിത് ഇനി മനസ്സിൽ നിന്നും പോവില്ല. ഞാനിനി ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ബോറാക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്